ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു പവർ ബാങ്കിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ്. എല്ലാവരും സ്മാർട്ട് ഫോൺ വാങ്ങിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒരു പവർ ബാങ്കും കൂടി വാങ്ങാൻ ആഗ്രഹം ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ സാധാരണ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 2 ദിവസം ആണ്. ഏറ്റവും കൂടുതൽ വന്നാൽ 2 ദിവസം. ചില ഫോണുകൾക്കൊക്കെ കണ്ടിന്യൂസ് ആണെങ്കിൽ 4 മണിക്കൂർ അതുപോലെ തന്നെ 5 മണിക്കൂർ ഒക്കെയാണ് നിൽക്കാറ്. പക്ഷേങ്കിൽ ചില ഇപ്പോൾ ഇറങ്ങുന്ന മോഡലാണെങ്കിൽ കുറച്ചും കൂടി ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. 1 ദിവസം അതുപോലെ തന്നെ 1.5 ദിവസമൊക്കെ കിട്ടുന്ന ബാറ്ററി ബാക്കപ്പ് ഉള്ളതുണ്ട്. പക്ഷേങ്കിൽ ഇത് യാത്ര ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഓഫീസ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും പവർ ബാങ്ക് വാങ്ങും. പവർ ബാങ്ക് വാങ്ങുമ്പോൾ 20,000 30,000 mAh ഒക്കെ പവർ ബാങ്ക് ഉണ്ടാവും. അതൊക്കെ ഭയങ്കര വെയിറ്റ് ആയിരിക്കും. അതായത് വെയിറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബാറ്ററി അത്രയും ഉണ്ടാവും. ഏങ്കറിൻ്റെ ആണെങ്കിൽ അത്രക്കും വണ്ണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഏങ്കറിൻ്റെ ബാറ്ററി സാധാരണ അവർ ഇറക്കാറ് നമ്മളെ നോർമൽ ലിഥിയം പോളിമർ ബാറ്ററി അല്ല. അതുകൊണ്ട് തന്നെ അതിന് നല്ല വലിപ്പം കാണും. ഏങ്കറിൻ്റെ പവർ ബാങ്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള പവർ ബാങ്കൊക്കെ ചൈനയുടെയൊക്കെ പവർ ബാങ്ക് മേൽ 20,000 30,000 50,000 mAh എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഒരു 2-3 തവണ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ആ ഒരു പവർ ബാങ്ക് ചാർജ് മൊത്തമായി തീരുന്നുണ്ട്. പക്ഷേങ്കിൽ ഏങ്കറിൻ്റെ പവർ ബാങ്ക് അങ്ങനെയല്ല. അവരെത്രയാണോ കമ്പനി ആ ഒരു പവർ ബാങ്കിന് പവർ കൊടുത്തത്, എന്നാൽ ആ ഒരു കൃത്യമായ ആ ഒരു പവർ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏങ്കറിന് കുറച്ച് പൈസ കൂടുതലാണ്. നമ്മുടെ ഇന്ത്യയിൽ അത്ര ലഭ്യത കുറവുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇത്രയും പൈസ കൊടുത്ത് ആരും മേടിക്കാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ആരും സെയിലിങ്ങും അതുപോലെ തന്നെ ഇത് ഷോപ്പിലൊന്നും കാണാൻ ചാൻസും ഇല്ല. ഓൺലൈനിലും ഫ്ലിപ്കാർട്ടിലും ഈ ഒരു പ്രൊഡക്റ്റ് ഇല്ല. ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിലുള്ളത് ഏതൊരു ഏങ്കറിൻ്റെ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഉള്ളത്. ഏങ്കറിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റ് പവർ ബാങ്കും അതുപോലെ തന്നെ ഓഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാത്രമാണുള്ളത്. ഇത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നത് ആമസോണിൽ വാങ്ങാൻ പറ്റും. ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നവരാണെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങാൻ പറ്റും. ഗൾഫ് രാജ്യത്തുള്ളവരാണെങ്കിൽ ഇത് സാധാരണ ഷോപ്പിലും അതുപോലെ തന്നെ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ കിട്ടുന്നുണ്ട്. ഇത് എന്ന് പറയുന്നത് ഏറ്റവും പുതിയ മോഡലായ PD ആണ്. അതായത് ഇനി വരുന്ന എല്ലാ മൊബൈൽ ഫോണുകൾക്കും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ ഒരു പോർട്ടില്ല, ഇതിലിവിടെ ഫോട്ടോ കാണിക്കുന്നില്ല, ഈ ഒരു പോർട്ടിന് പകരം C ആണ് ഉണ്ടാവുക. അതായത് C ടൈപ്പ് മൊബൈൽ ഫോണിൻ്റെ സാംസങ്ങിൻ്റെ ഒക്കെ ഏറ്റവും പുതിയ മോഡലിൽ ഇറങ്ങുന്ന C ടൈപ്പ് ആയിരിക്കും. ഈ ഒരു USB മൊത്തമായിട്ട് അവർ എടുത്തു കളയാണ്. അതായത് എല്ലാ ചാർജിങ്ങും എല്ലാ കമ്പനിയും അത് എടുത്തു കളയാണ് ചെയ്യുന്നത്. കാരണം അത്ര വലിപ്പം വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ. പിന്നെ C ടൈപ്പ് എന്നത് ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടാവുന്നത് കൊണ്ട് തന്നെയാണ് അത് എടുത്തു കളയുന്നത്. ഈ ഒരു പോർട്ടിന് പകരം ഇനി എല്ലാതും സാധാരണ നമ്മൾ അഡാപ്റ്റർ ചാർജിങ് അഡാപ്റ്ററൊക്കെ ചെയ്യുന്ന ആ ഒരു അഡാപ്റ്ററിലും ഇനി ഈ ഒരു C ടൈപ്പ് തന്നെയാണ് വരിക. നല്ലൊരു ക്വാളിറ്റിയുള്ള ഇത് തന്നെയാണ് ഏങ്കറിൻ്റെ പവർ ബാങ്ക് എന്ന് പറയുന്നത്. ഏങ്കറിൻ്റെ പവർ ബാങ്കും അതുപോലെ തന്നെ കേബിളും എന്ന് പറയുന്നത് നമുക്കറിയാം. ഐഫോണിൻ്റെ കൂടെ കിട്ടുന്ന കേബിൾ എന്ന് പറയുന്നത് ഒരുപാട് പൈസ ഒക്കെ കൊടുത്തിട്ട് വാങ്ങുന്ന ഐഫോണിൻ്റെ കേബിളും 1 മാസം 2 മാസം നമ്മൾ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കാതിരുന്നാൽ അത് പൊട്ടിപ്പോകുന്നുണ്ട്. ഏങ്കറിൻ്റെ ഇതാണെങ്കിൽ നിങ്ങൾക്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കുറവാണ്. കാരണം അത്രയും ഒരു ക്വാളിറ്റി തന്നെയാണ് അവരുണ്ടാക്കുന്നത്. അത് കുറച്ച് വിലയും കൂടുതലുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത നോക്കാം. USB C ടൈപ്പും അതുപോലെ തന്നെ സാധാ USB വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. 18 വാട്ട്സിൻ്റെ ഹൈ സ്പീഡ് ചാർജിങ് ആണ് ഇതിൽ വരുന്നത്. അതായത് നിങ്ങൾ iPhone 11 Pro അങ്ങനത്തെ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇതൊരു ബെറ്റർ ചോയ്സ് തന്നെയാണ്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ കുറച്ച് മുന്തിയ മോഡലുകൾക്കും. കാരണം ഈ ഒരു C ടൈപ്പിൽ വെച്ചിട്ട് നിങ്ങൾ സാധാ ഫോൺ ചാർജ് ചെയ്താൽ ബാറ്ററി കംപ്ലൈൻ്റ് ആവും. അതുകൊണ്ട് ഈ ഒരു പവർ ബാങ്ക് PD എന്നുള്ള പവർ ബാങ്ക് വാങ്ങുന്നവർ ശ്രദ്ധിക്കുക. ഏങ്കറിൻ്റെ ഈ ഒരു സാധാ നോർമൽ പോർട്ടിൽ വെച്ച് ചാർജ് ചെയ്യുക. ഇത് 10,000 mAh PD പ്ലസ് ചാർജിങ് 10,000 mAh PD പ്ലസ് പവർ ബാങ്കാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏങ്കറിൻ്റെ എല്ലാ പ്രൊഡക്റ്റും നല്ല തടിയുള്ള പവർ ബാങ്കാണ് ഇതുവരെ ഇറക്കിയിരുന്നത്. എന്നാൽ ഇത് കുറച്ച് സ്ലിം
ആണ്. സാധാരണ കാണുന്ന MIയുടെ പവർ ബാങ്കിനേക്കാളും സ്ലിമ്മാണ്. ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. പവർ IQ എന്ന് പറഞ്ഞാൽ അത് നോർമൽ എത്ര പവർ കൊടുക്കണം ഒരു ഫോണിന്, അതൊക്കെ ഇത് തന്നെ ഇതിൽ ഉപയോഗിച്ച് IC ഉപയോഗിച്ച് അതന്നെ മനസ്സിലാക്കിയിട്ട് ആ ഒരു പവർ കൊടുക്കുന്നതാണ് IQ പവർ എന്ന് കാണുന്നത്. അതുപോലെ തന്നെ പവർ കൊടുക്കുന്ന ഇതിലുള്ള സ്പീഡും അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് സാധാരണ പവർ ബാങ്ക് നമുക്ക് കാണാൻ പറ്റും ഹാൻഡ് ബാഗിലൊക്കെ യൂസ് ചെയ്യാറ് എന്ന് പറയുന്നത്. കാരണം ഫ്ലൈറ്റിലൊക്കെ കാരണം എന്ന് വെച്ചാൽ ഇത് പൊട്ടിത്തെറിക്കാൻ ഉള്ള ചാൻസ് കൊണ്ടാണ്. പക്ഷേങ്കിൽ ഇത് ആങ്കറിൻ്റെ പ്രൊഡക്റ്റ് ഒരിക്കലും പൊട്ടിത്തെറിക്കില്ല, കാരണം അത്രയ്ക്കും സേഫായിട്ടാണുള്ളത്. സാധാരണ നമ്മൾ വീണിട്ടൊക്കെ പോകാറുണ്ടെങ്കിലും ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു MIൻ്റെ പവർ ബാങ്കൊക്കെ നിലത്ത് വീണാൽ ചിലത് അതിൻ്റെ പിന്ന് ഉള്ളിലേക്ക് കാരിപ്പോകാനും അതുപോലെ തന്നെ ഷോർട്ട് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് ഇവർ കണ്ടില്ലേ, സേഫ് ആയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പിക്ചർ തന്നെ അവർ അവിടെ കൊടുത്തത്. സേഫ്റ്റിക്ക് വേണ്ടി ഒരു IC തന്നെ അതിൽ വെച്ചിട്ടുണ്ടെന്നാണ് കമ്പനി അവിടെ കാണിക്കുന്നത്. നമുക്ക് ഇതെന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സിൻ്റെ ഇതിന്മേൽ ഇത്തരം കാര്യങ്ങളാണുള്ളത്. ഇതിന് കുറച്ച് റേറ്റ് കൂടുതലുണ്ട്, അതായത് 150 റിയാൽ ഖത്തറിൽ റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലാണെങ്കിൽ ആമസോണിലാണെങ്കിൽ 2000 രൂപ അങ്ങനെ വരുന്നുണ്ട് നാട്ടിൽ. ഇത് ആമസോൺ ഗ്ലോബലിൽ നിന്ന് മാത്രമേ വാങ്ങാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇത് സെയിലിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ ആമസോൺ ഗ്ലോബലിൽ നിന്ന് മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റൂ. ഇനിയുള്ള എല്ലാ ആങ്കറിൻ്റെ പ്രൊഡക്റ്റും ഈ ഒരു മോഡലിലായിരിക്കും, അതായത് സ്ലിമ്മിലാണ് ഇറക്കുക. കാരണം അവരെ ബാറ്ററീൻ്റെ ആ ഒരു ടെക്നോളജി അവർ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഇറങ്ങിയ ആങ്കറിൻ്റെ എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല തടിയുള്ളതുകൊണ്ട് തന്നെ ഇനി എല്ലാ സ്ലിമ്മും അതുപോലെ തന്നെ ഈ ഒരു സൈസിലാണ് ഇറക്കുന്നത്. പവർ ബാങ്ക് ഇട്ട് വെക്കാൻ ഒരു കവറും കൂടെ ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്. അതാണ് ഈ ഒരു കവർ എന്ന് പറയുന്നത്. പവർ ബാങ്ക് നമുക്ക് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ബാഗ് പോലെ ഇതിലിട്ട് വെക്കാനുള്ള ഒരു ബാഗാണിത്. പിന്നെ ഇതാണ് പവർ ബാങ്ക്. ഓപ്പൺ ചെയ്തു ബോക്സ്. പിന്നെ ഇവിടെ ഒരു കേബിളായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പവർ ബാങ്കാണ് ഇത്. 10,000 mAh സാധാരണ ആങ്കറിൻ്റെ പവർ ബാങ്ക് ഇതിലും നല്ല വലിപ്പമുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു സാധനം ഇത്രയാണ് സൈസ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സൈസാണ് പവർ ബാങ്ക് വരുന്നത്. വളരെ സ്ലിമ്മാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ PD-യുടെ Type C ചാർജിങ് പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ നോർമലി ഇപ്പുറത്തെ ഇതുമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന കേബിളിൻ്റെ ഈ ഒരു സാധനവും Type C തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ചാർജ് ചെയ്യേണ്ട പോർട്ടും Type C തന്നെയാണ്. അതുകൊണ്ട് ഇത് ഈ ഒരു പവർ ബാങ്കിലേക്ക് ചാർജ് സ്പീഡിലായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പവർ ബാങ്ക് ചാർജ് ചെയ്യുന്ന സമയവും കുറവാണ്. 10,000 mAh ഒക്കെ ബാറ്ററി ചാർജ് ചെയ്യാൻ 2-3 മണിക്കൂറൊക്കെ എടുക്കും. ഇത് വെറും 45 മിനിറ്റ് കൊണ്ട് ഈ ഒരു പവർ ബാങ്ക് ചാർജ് ആവുമെന്നാണ് കമ്പനി പറയുന്നത്. ഈ ഒരു പവർ ബാങ്കിൻ്റെ വലിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആകെ ഒരു ചെറിയൊരു സൈസാണ്. നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ട് വെക്കാനും അതുപോലെ തന്നെ കയ്യിലൊക്കെ ഫോണിൻ്റെ കൂടെ ചേർത്ത് പിടിക്കാനൊക്കെ പറ്റുന്ന ഒരു സൈസാണ്. 10,000 mAh ഇത്രയും ചെറിയൊരു പവർ ബാങ്ക് വേറെ ഇല്ല എന്ന് തോന്നുന്നു. കാരണം പവർ ബാങ്ക് ബ്രാൻഡഡ് കമ്പനി അല്ലാത്ത പവർ ബാങ്ക് വാങ്ങിയാൽ അതുമ്മൽ നിങ്ങൾ എഴുതിയത് നോക്കണ്ട. കാരണം എന്ന് വെച്ചാൽ 10,000 30,000 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി ചാർജ് ചെയ്താൽ 2-3 പ്രാവശ്യം മാത്രമാണ് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇവിടെ കാണിച്ചു തരും എത്ര പവർ ഉണ്ട് എന്ന് പറയുന്നത്. 4 LED ഇൻഡിക്കേറ്ററാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബട്ടനും ഉണ്ട്. ഇവിടെ ഇങ്ങനെ ബ്ലൂ ലൈറ്റിലായിട്ട് ഇപ്പോൾ ഇതിൽ ചാർജ് ഇല്ല, കാണുന്നില്ല. LED ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ കമ്പനിയാണ് ആങ്കർ എന്ന് പറയുന്നത്. ആങ്കറിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. ഗൾഫിലുള്ളവർക്ക് അറിയാം ആങ്കറിനെ പറ്റിയിട്ട്. കാരണം നല്ലൊരു ക്വാളിറ്റിയുള്ള എല്ലാ പ്രൊഡക്റ്റുമാണ് ആങ്കറിൻ്റെ. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എഡിറ്റൊന്നും ചെയ്യാണ്ട് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുന്നതാണെങ്കിൽ
അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി.